ചുറ്റിക ഉപയോഗിച്ച് അഫാൻ ആദ്യം അമ്മയെ ആക്രമിച്ചെന്നായിരുന്നു പോലീസ് കരുതിയിരുന്നത്. എന്നാൽ പാങ്ങോട് പോലീസിന് നൽകിയ മൊഴിയിലാണ് അഫാന്റെ ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തൽ. രാവിലെ 11 മണിക്ക് ശേഷം അമ്മ ഷെമിയുമായി താൻ വഴക്കിട്ടെന്ന് അഫാൻ പോലീസിനോട് പറഞ്ഞു. തുടർന്ന് ഷെമിയുടെ കഴുത്തിൽ ഷാൾ മുറുക്കി ശ്വാസം മുട്ടിച്ചു. ബോധം കെട്ട് വീണ അമ്മ മരിച്ചെന്ന് കരുതി വാതിൽ പൂട്ടി വെഞ്ഞാറമൂട് ജംഗ്ഷനിലേക്ക് പോയി. പിന്നീട് കൂട്ടുകാരിൽ നിന്ന് 1400 രൂപ കടം വാങ്ങിയ ശേഷം ചുറ്റികയും ബാഗും വാങ്ങി. തുടർന്ന് മുത്തശ്ശി സൽമാ ബീവിയുടെ വീട്ടിലെത്തി അവരെ കൊലപ്പെടുത്തി. മാല കൈക്കലാക്കി. തിരികെ വീട്ടിലെത്തിയപ്പോൾ അമ്മ ഷെമി കരയുന്നതാണ് പ്രതി അഫാൻ കണ്ടത്. ഉടൻ ചുറ്റികയെടുത്ത് അമ്മയുടെ തലക്കടിക്കുകയായിരുന്നു എന്നാണ് അഫാന്റെ മൊഴി. ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള തെളിവുകളെല്ലാം നമ്മൾ ശേഖരിച്ചു കഴിഞ്ഞിട്ടുള്ളതാണ്. ഇന്ന് ഈ പ്രതിയെ വീണ്ടും കോടതിയിൽ ഹാജരാക്കും. വെഞ്ഞാറമൂട് രജിസ്റ്റർ ചെയ്തിട്ടുള്ള 2 കേസുകളിലേക്ക് കൂടി ഈ പ്രതിയെ കസ്റ്റഡിയിലെടുത്ത് ബാക്കി അന്വേഷണം നടത്തേണ്ടതായിട്ടുണ്ട്. മുത്തശ്ശി സൽമാ ബീവിയെ കൊന്ന കേസിൽ തെളിവെടുപ്പ് പൂർത്തിയായി. ഇന്ന് രാവിലെ ചുറ്റിക വാങ്ങിയ കടയിലായിരുന്നു ആദ്യ തെളിവെടുപ്പ്. കടയുടമയും ജീവനക്കാരും പ്രതിയെ തിരിച്ചറിഞ്ഞു. ഇതിനുശേഷം മാല പണയം വെച്ച സ്വകാര്യ സ്ഥാപനത്തിലും എത്തിച്ചു. അഫാൻ തന്നെയാണ് ഇവിടെയും വന്നതെന്ന് ജീവനക്കാർ പോലീസിനോട് പറഞ്ഞു. പണം അയക്കാനെത്തിയ ബാങ്കിന്റെ CDM കേന്ദ്രത്തിലും പ്രതിയുമായി പോലീസ് തെളിവെടുപ്പ് നടത്തി. കസ്റ്റഡി കാലാവധി കഴിയുന്നതോടെ വൈകിട്ട് അഫാനെ കോടതിയിൽ ഹാജരാക്കും. മറ്റു കേസുകളിൽ കസ്റ്റഡി ആവശ്യപ്പെട്ട് വെഞ്ഞാറമൂട് പോലീസ് തിങ്കളാഴ്ച കോടതിയിൽ അപേക്ഷ നൽകും. കൊണ്ടു നടക്കാനുള്ള സൗകര്യം, വാങ്ങുമ്പോൾ മറ്റാരും തെറ്റിദ്ധരിക്കില്ല എന്നുള്ള വിശ്വാസം, ശക്തമായ ഒറ്റയടിയിൽ തന്നെ ഇര മരണത്തിന് കീഴടങ്ങുമെന്നുള്ള വിശ്വാസം, ഇതൊക്കെ കൊണ്ടാണ് ചുറ്റിക തിരഞ്ഞെടുത്തതെന്നാണ് അഫാൻ നൽകിയിരിക്കുന്ന മൊഴി. രതീഷ് വെൺപകലിനൊപ്പം ജിബിൻ GB, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.